ഇന്നും കെ.സി. ജോസഫിനെതിരെ ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഒട്ടിച്ചിരിക്കുന്നു. 35 വർഷമായി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് 35 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം.എൽ.എ യുവത്വത്തിന് വഴിമാറണം എന്ന് ആരോപിച്ചായിരുന്നു ഇന്നലെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പോസ്റ്റർ ഒട്ടിച്ചിരുന്നത്. കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന ഒരവസ്ഥയും നിലവിൽ ഉണ്ടായിരുന്നു. ഇന്ന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇതിനെ കണക്കാക്കാം. ഞങ്ങളുടെ പ്രതിനിധി പി.വി. ജോഷില ചേരുന്നുണ്ട്. ജോഷില, ഇന്നെന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്ന് രാവിലെ മുതൽ ഉദയഗിരി, കാർത്തികപുരം, ആലക്കോട്, കൂട്ടാമ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കെ.സി. ജോസഫിന്റെയും ഉമ്മൻചാണ്ടിയുടെയും മറ്റ് പോസ്റ്ററുകൾ നേരത്തെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പതിച്ച പോസ്റ്ററുകളിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്ന അവസ്ഥയും ഇന്നുണ്ടായിട്ടുണ്ട്. വ്യാപകമായ പ്രതിഷേധമാണ് മണ്ഡലത്തിൽ ആകെ ഉയർന്നിരിക്കുന്നത്. കെ.സി. ജോസഫ് ഇനിയെങ്കിലും മണ്ഡലം വിട്ടുപോകണം. ഒരു വോട്ട് പോലും ഇല്ലാത്ത കെ.സി. ജോസഫ് മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പോസ്റ്ററുകളാണ് എല്ലാ മണ്ഡലത്തിൽ മുഴുവനായും പതിച്ചിരിക്കുന്നത്. എക്കാലവും കെ.സിയുടെ കൂടെ ഉറച്ചുനിന്ന സ്ഥലങ്ങളാണ് ഈ ഉദയഗിരി, കാർത്തികപുരം, ആലക്കോട്, കുട്ടാമ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ. ഇവിടെ കൂടി പോസ്റ്ററുകൾ വന്നതോടെ കെ.സി. ജോസഫിന്റെ അടിത്തറ തന്നെ ഇളകി എന്ന് വേണം പറയാൻ. മണ്ഡലത്തിൽ കെ.സിക്കൊപ്പം, അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളാണ് ഇവയെല്ലാം. കെ.സിക്കൊപ്പം ഉറച്ചു നിന്ന, കെ.സിയെ എതിർക്കാതെ എന്നും കെ.സിക്കൊപ്പം ഉറച്ചു നിന്ന പ്രദേശങ്ങളാണിവ. ഈ പ്രദേശത്ത് നിന്നാണ് ഇന്ന് രാവിലെ മുതൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായി കാണാൻ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും കെ.സി. ജോസഫിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വ്യാപകമായ പ്രതിഷേധം അത് ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജോഷില, അതായത് കോൺഗ്രസിന് ശക്തമായി വേരോട്ടമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന അവരുടെ സ്വാധീന മേഖലകൾ എന്നവർ കരുതുന്ന ഇടങ്ങളിലാണോ ഈ പോസ്റ്റർ യുദ്ധം നിലവിലുണ്ടായിട്ടുള്ളത്? തീർച്ചയായും അരുൺ, കെ.സി. ജോസഫ് കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ മണ്ഡലത്തിലാണ് ജയിച്ചു പോകുന്നത്. എം.എൽ.എ ആയും മന്ത്രിയായും ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ജയിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ അവകാശവാദം മാത്രമല്ല, ഈ പ്രദേശങ്ങളിൽ ഉദയഗിരി, കാർത്തികപുരം, ആലക്കോട് പ്രദേശങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായി പോസ്റ്ററുകൾ ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്ററുകൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഉമ്മൻചാണ്ടിയുടെയും ഉദ്ഘാടനം നടന്നിരുന്ന സ്ഥലങ്ങളിൽ അതായത് ഉദ്ഘാടന മഹാമഹം തന്നെ നടന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ 28-ാം തീയതിയൊക്കെ പതിച്ച പോസ്റ്ററുകളിന്മേൽ കരിയോയിലടക്കം ഒഴിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നത് വേണം ശ്രദ്ധേയമായ കാര്യമായി കാണാൻ. ഇവിടെ ഉണ്ടായിരിക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന് ഇത്തവണയെങ്കിലും കെ.സി മാറി നിൽക്കണം എന്നുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമായി വേണം ഇതിനെ കാണാൻ. അരുൺ, 1982 മുതലാണ് അദ്ദേഹം ഇരിക്കൂർ മണ്ഡലത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള ഒരു പൊതുവികാരം, ഇതുവരെ മണ്ഡലത്തിൽ ഒരു വാടക വീട് പോലും ഇല്ലാത്ത ആൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ നിയമസഭയിൽ എത്തുന്ന ആൾ, അങ്ങനെ മണ്ഡലവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവുമില്ല എന്ന് അവർ കരുതുന്നുണ്ട്. അതിന്റെ പരിണിത ഫലം കൂടിയാണ് നിലവിൽ ഈ പ്രതിഷേധം എന്ന് കരുതാമോ? തീർച്ചയായും അരുൺ, ഇന്നലെ ഇരിക്കൂർ സിദ്ദിഖ് നഗറിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും പ്രവർത്തകർ ഇവിടെ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചിട്ടുള്ളത്. ഇരിക്കൂറിലെ റോഡുകൾ തകർന്നു കിടക്കുമ്പോൾ ഇരിക്കൂറിനെ നക്കിത്തിന്ന് എ.സി കാറിൽ ചെത്തി നടക്കുന്നു. ഇരിക്കൂറിനെ നക്കിത്തിന്ന് എ.സി കാറിൽ ഇദ്ദേഹം സഞ്ചരിക്കുന്നു. അതുപോലെ ഇരിക്കൂറിൽ ആകെ മറ്റ് എല്ലാവിടെയും വികസനം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇരിക്കൂർ മണ്ഡലത്തിൽ, ഒരു മന്ത്രിമണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള വികസനവും അദ്ദേഹം നടപ്പിലാക്കിയില്ല. എന്നും വോട്ട് നേടി ഇവിടെ നിന്നും പോകുന്ന ഒരാളായി കെ.സി. ജോസഫ് മാറിയിരിക്കുന്നു. അതിനി സാധ്യമല്ല. യു.ഡി.എഫിന്റെ വോട്ട് കണ്ടുകൊണ്ട് ഇരിക്കൂറിൽ ഇനി അദ്ദേഹം വരേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം മാറിയത്. കഴിഞ്ഞ 35 വർഷമായി എന്റെ അപ്പൂപ്പനും എന്റെ മുത്തശ്ശിയും എന്റെ അച്ഛനും എന്റെ അമ്മയും ഇയാൾക്ക് വോട്ട് ചെയ്തു, ഇനി ഞാനും ഇയാൾക്ക് വോട്ട് ചെയ്യണോ എന്നുള്ള രീതിയിൽ കെ.എസ്.യു പ്രവർത്തകരടക്കം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ചോദിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗം തന്നെയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ യുവ നേതാക്കളെ വളർത്താൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. എവിടെയോ നിന്ന് വന്ന് ഇവിടെ നിന്നും മത്സരിച്ച് പോകുന്ന ഒരാൾ അത് തങ്ങളുടെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി മാറുന്നു എന്നുള്ള രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസിനെയും കെ.എസ്.യു പ്രവർത്തകരെയും അടക്കം ചിന്തിക്കുന്ന രീതിയിലേക്ക് കെ.സി. ജോസഫ് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അരുൺ, പി.വി. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. ഞങ്ങളുടെ പ്രതിനിധി കണ്ണൂരിൽ നിന്ന്. ഇരിക്കൂറിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം തുടരുകയാണ്. കെ.സി. ജോസഫിനും ഒപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുമെതിരെ വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.